മാനിറ്റൻ ഹോംസ് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു 4 BHK വില്ലയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. നമ്മളിന്ന് നിൽക്കുന്ന ലൊക്കേഷൻ എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തുള്ള വികാസവാണി എന്ന ലൊക്കേഷനാണ്. തെങ്ങോട് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു മനോഹരമായ ഒരു വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വെറും 5 മിനിറ്റ് ഡ്രൈവ് മാത്രമാണുള്ളത്. അവിടെയാണ് ഈ ഒരു 4 BHK വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2200 സ്ക്വയർ ഫീറ്റിൽ 5.25 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കോമ്പൗണ്ട് ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു 3 വില്ലകൾ നമുക്ക് ഇവിടെയുണ്ട്. ഈ ഒരു വില്ല കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കോമ്പൗണ്ട് ഏരിയ സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസോട് കൂടി, അതുപോലെ തന്നെ കലപ്പാക്കലിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടി ഒരു മുറ്റം ഏരിയ സ്പേസോട് കൂടിയാണ് ഈ ഒരു കോമ്പൗണ്ട് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മനോഹരമായ ഒരു ഡിസൈനിലും അതുപോലെ തന്നെ നല്ലൊരു ഏരിയ തന്നെയാണ് ഈ ഒരു വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാനിപ്പോൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഫ്ലോറിംഗ് ആണ് സിറ്റ് ഔട്ടിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വുഡിന് തേക്ക്, മഹാഗണി, ആഞ്ഞലി എന്നീ തടികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയ സ്പേസിലേക്ക് നമുക്ക് കടന്നു വരാം. മനോഹരമായൊരു ലിവിംഗ് ഏരിയ സ്പേസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ലൊരു സ്പേസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ TV യൂണിറ്റ് ഏരിയ, അതുപോലെ തന്നെ മനോഹരമായ സീലിംഗ് വർക്ക് എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവിടെ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഏരിയ സ്പേസ് ഇവിടെയാണ് വരുന്നത്. വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് വാഷ് ഏരിയ യൂണിറ്റ് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു മനോഹരമായൊരു വാഷ് ഏരിയ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മൾട്ടിവുഡ് കൊണ്ടുള്ള ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായൊരു ഡൈനിങ് ഏരിയ സ്പേസാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം വയ്ക്കാൻ കഴിയുന്ന ഒരു സ്റ്റോറേജ് ഏരിയ സ്പേസാണ് ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മനോഹരമായ ഒരു കിച്ചൺ ഏരിയ സ്പേസാണ്. മോഡുലാർ ഡിസൈനിലുള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസ് ഈ വീടിന് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്റ്റോറേജ് സ്പേസുകളും എല്ലാം അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയോട് കൂടിയുള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസാണ്. താഴെ എല്ലാം സ്റ്റോറേജ് ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാനും ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു സെമി ഫർണിഷ്ഡ് വില്ലയാണ്. സോ നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം ഏരിയ സ്പേസ് കണ്ടു നോക്കാം. സോ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീടിന് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് എല്ലായിടത്തും ഒരു ബെഡ്റൂം എല്ലാമാണ് കിട്ടുന്നത്. സോ 2 ബെഡ്റൂം കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ ഇതിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വലിയൊരു വാർഡ്രോബ് ഏരിയ സ്പേസ് തന്നെ ഇതിന് ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്കിവിടെ ഇവിടെയും ഫാനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ. കൂടാതെ അതിനോട് അടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കിവിടെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസാണ്. ഇവിടെയും ബാഡ്റൂം അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാര്യങ്ങളാണ് അറിയേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു പോർഷൻ നമുക്ക് വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസിൻ്റെ പോർഷനാണ്. ഇവിടെ ഒരു സ്റ്റീൽ ആൻഡ് ഗ്രാനൈറ്റ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത്. സ്റ്റീൽ സ്റ്റെയർ കേസ് ആണ്. അതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട്. വളരെ മനോഹരമായൊരു സ്ട്രക്ചറാണ് അതിന് നൽകിയിട്ടുള്ളത്. കൂടാതെ അതിന് തൊട്ട് താഴെ തന്നെയായിട്ട് നമുക്ക് ചെറിയൊരു പോണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ കാര്യങ്ങളെല്ലാം നൽകാനുള്ള സ്പേസും കൂടി ഇതിന് തൊട്ട് താഴെയായിട്ടും നൽകിയിട്ടുണ്ട്. കൂടാതെ എന്നെ വളരെ ആകർഷിച്ചത് ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ഡിസൈനാണ്. വളരെ നല്ലൊരു ഡബിൾ ഹൈറ്റഡ് ഇതിൽ വരുന്നൊരു ഗ്ലാസ് ഡിസൈനും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു എലഗൻറ്റ് സ്റ്റൈലിലുള്ള ലുക്കാണ് ഈ ഒരു വില്ലയ്ക്ക് ഇതിൻ്റെ അകത്തെ പോർഷനിൽ കിട്ടുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് ഏരിയ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ടോപ്പ് പോർഷനിലെല്ലാം ചെറിയൊരു കട്ടിങ് കാര്യങ്ങളും നൽകിയിരിക്കുന്നു. കൂടാതെ ഇവിടെ എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഒരു ഗ്ലാസ് ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പെർഗോള സ്പേസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ഏരിയ സ്പേസ് വരുന്നത്. 3ാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു വീടിൻ്റെ. ഇവിടെയും വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. വളരെ മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളൊക്കെ നല്ലൊരു സ്പേസ് ഇവിടെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ചെറിയ ഒരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ, അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു വാർഡ്രോബ് ഏരിയ സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്കിതിൻ്റെ വാർഡ്രോബ് ഏരിയ സ്പേസും
നൽകിയിരിക്കുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ്. ഒരു കവേർഡ് യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയറും കാര്യങ്ങളെല്ലാം എൻ്റെ തൊട്ട് ഈ ബാക്കിൽ കാണുന്നതാണ്. ഇവിടെ നമുക്ക് വാഷിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം വെക്കാനും അതുപോലെ തന്നെ തുണികൾ ഉണക്കാനും കഴിയുന്ന ഒരു സ്പേസാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഓക്കെ, അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസിനോട് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ സ്പേസിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ്. വളരെ മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ്. നമുക്ക് ഇവിടെ ഗ്ലാസ് അതുപോലെ തന്നെ സ്റ്റീൽ കോമ്പിനേഷനുള്ള ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നു. അത്യാവശ്യം നമുക്ക് ഈ ഒരു വില്ലയുടെ എൻ്റയർ വ്യൂ കാണാൻ കഴിയുന്ന നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് 2 വില്ലകൾ കൂടി കാണാം. നമുക്ക് ആ ഒരു വില്ല നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. സോ ആ ഒരു വില്ല കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ആ വില്ലയും 4 BHK തന്നെയാണ് വരുന്നത്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഈ വീട് ടോട്ടലി നമുക്ക് വരുന്നത് 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. 5.25 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. വളരെ മനോഹരമായ ഒരു വില്ല തന്നെയാണ്. ഈ ഡിസൈൻ കാര്യത്തിലെല്ലാം വളരെ മനോഹരമായൊരു ഏരിയ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വിവരങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതിൻ്റെ വില 1,40,00,000 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. നമുക്കറിയാം കാക്കനാടൻ ലൊക്കേഷനെല്ലാം വളരെ പ്രൈം ലൊക്കേഷനാണ്. സോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വില്ല അനുയോജ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.